എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ഒരു ചിക്കൻ നമ്മൾ ചൂടാൻ പോകും അല്ലേ പൊന്നൂസേ? അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചിക്കനുള്ള മസാല നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ചിക്കൻ നമ്മൾ നല്ല സൂപ്പറായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുട്ടൂസേ, നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല ഒന്നാമതായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് മസാല തട്ടാൻ പോവാണ്. അപ്പൊ നമ്മളൊരു 100 ഗ്രാം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനകത്തോട് നമ്മളിത് തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ചിക്കനകത്ത് നമ്മൾ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തീയിൽ വഴറ്റിയെടുത്ത നല്ല പച്ച വാഴയിലക്കകത്ത് നമ്മുടെ ചിക്കനെ നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക രുചി കിട്ടുന്നതായിരിക്കും. അങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കനെ നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനെയൊക്കെ നമ്മൾ നല്ലോണം പൊതിഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ ഇതാ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തീക്കകത്തോട്ട് നമ്മുടെ ചിക്കനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലോണം ചുട്ടെടുക്കാൻ പോവാണ്. ചിക്കനെ മൊത്തം തീക്കകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വിറകൊക്കെ വെച്ച് നല്ലവണ്ണം കത്തിച്ചിട്ട് ഇതിനെ ഒന്ന് നല്ലവണ്ണം ചുട്ടെടുക്കണം നമുക്ക്. നമ്മുടെ പൊന്നൂസിൻ്റെ അങ്കിയും തീയൊക്കെ കത്തിക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ്. അങ്ങനെ തീ നല്ലവണ്ണം കത്തി വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമുക്ക് ഈ തീയിൽ നമ്മുടെ ചിക്കനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വലിയ തീയിൽ നിന്നും ചെറിയ കനലിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഏകദേശം ഒരു 10, 15, 20 മിനിറ്റൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചിക്കനെ തീയിൽ നിന്നും എടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല വാഴയിലയിൽ നല്ല ചിക്കൻ ചുട്ടു വരുന്ന ഒരു മണമുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുട്ടെടുത്ത ചിക്കനിൽ നിന്ന് ഒരു പൊതി നമ്മളിപ്പം പതുക്കെ ഒന്ന് തുറന്നു നോക്കുകയാണ്. പൊതി നമ്മൾ തുറന്നു വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ വാഴയിലയിൽ ചുട്ടെടുത്ത ആ ചിക്കൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സൂപ്പർ മണമാണ്. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ഇതൊന്ന് തുറന്നിട്ട് വാവ്, ആവിയൊക്കെ പറന്നു വരുന്ന നല്ല അടിപൊളി ചിക്കനാണ്. നമ്മുടെ മസാലയൊക്കെ ഉണ്ടല്ലോ നല്ല ചിക്കനകത്ത് നല്ലോണം പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ വെറും പൊടികൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചിക്കൻ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്.
അപ്പോൾ നമ്മൾ പതുക്കെ നുള്ളിയെടുത്ത് ആ ചിക്കനെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വലിയ മസാലകളൊന്നും ചേർക്കാതെ നമ്മൾ വെറും പൊടി മസാലകൾ മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഒരു രക്ഷയുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ് ചിക്കന്. കണ്ടില്ലേ, പൊന്നൂസൊക്കെ നല്ല ആസ്വദിച്ചാണ് കഴിക്കുന്നത് ചിക്കൻ. അപ്പോൾ നമ്മൾ അടുത്ത പൊതി ചിക്കനും കൂടെ നമ്മൾ തുറന്നു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ തുറന്ന് നമ്മൾ ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടൂസും അങ്കിയും ഒക്കെ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കുട്ടൂസ് നല്ല ആസ്വദിച്ചാണ് കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ചിക്കന്. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ ചുട്ടെന്നിട്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ കുറേ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.